വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വന്നിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് വീണ്ടും സുബൈദയോട്, വീട്ടിൽ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നോ എന്ന്. അന്നേരം അത് ഇഷ്ടം എന്നിങ്ങനെ സുബൈദ പറയാനായിട്ട് വരുമ്പോൾ മതി നിർത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നസീറിൻ്റെ വാപ്പയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് പോകാനല്ലല്ലോ, അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ മകൻ നസീറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ സുബൈദ പറയുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ എപ്പോഴും പഠിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അന്നേരം ഈ നസീറിൻ്റെ വാപ്പയ്ക്ക് ആകെ കലിയേറുന്നുണ്ട്. എന്നിട്ട് പഠിച്ചോ ഇല്ലയോ എന്ന്, പഠിച്ചോ എന്ന് നിന്നോടല്ലേ ചോദിക്കുന്നത്, നീ അകത്ത് കിടക്കുന്ന നിൻ്റെ ആങ്ങളയോട് പോയി പറഞ്ഞുതരാം, നീയാണ് നൂറ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് കാരണമെന്ന്, അല്ലാതെ ഈ വാപ്പയ്ക്കും മകനും ഒരു പങ്കുമില്ല എന്ന് നീ പോയി പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് ഈ സുബൈദയെ അവിടെ നിന്നും വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് സുബൈദയാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് ഈ സുബൈറിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് കേട്ടില്ലേക്ക് അവർ പറയുന്നത്, ഞാനാണെങ്കിൽ ഞാൻ കാരണമാണ് നൂറ് പോയതെന്ന്, നൂറിൻ്റെ നന്മയല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നസീറിൻ്റെ വാപ്പ പിറകെ വരുന്നുണ്ട്. നസീറിൻ്റെ വാപ്പയെ കണ്ട് ഈ സുബൈദ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്, ഒരു പേടിച്ച്. തുടർന്ന് പറയുകയാണ്, നീ തന്നെയാണ് അവൾ പോകാനായിട്ട് കാരണം, എനിക്ക് ഞങ്ങൾ വാപ്പയ്ക്കും മകനും നടക്കാൻ പറ്റാത്ത വിധമാക്കിയത് നീ തന്നെയാണ്, നാട്ടിലുള്ളവരെ വീട്ടിലേക്ക് കയറ്റിയത് നീ തന്നെ, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്, നിന്നെ ഈ ആങ്ങളയുടെ മുന്നിലിട്ട് ഞാൻ തല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നീ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ സുബൈദയെ ആഞ്ഞിലേക്ക് ഒരു അടിയടിക്കുകയാണ്. അന്നേരം ഈ സുബൈർക്കയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് പറയണം, അടി ഇവിടെയും വേദന അവിടെയും ആകണം എന്ന് പറഞ്ഞിട്ട് ഈ സുബൈർക്കയെ ചൂണ്ടിയാണ് ആകെ കല്ലുകയറി നസീറിൻ്റെ വാപ്പ സംസാരിക്കുകയാണ്. പിന്നെ ഇത് നൂറ് ഇറങ്ങിപ്പോയതിനും ഇനി നാട്ടിലുള്ളവർ വീട്ടിൽ കയറിയതിനുമാണ്, അതുകൊണ്ട് കലി തീരുന്നത് വരെ, അവളെവിടെ കിട്ടുന്നത് വരെ നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞിട്ട് 2-3 അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് കഴുത്തിനിങ്ങനെ കൊങ്ങക്കിങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ്. അന്നേരം സുബൈദ അങ്ങ് കരയുന്നുണ്ട്. അന്നേരം ഈ സുബൈർക്കായുടെ കൈയൊക്കെ വിരലുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുകയാണ്, ആ കണ്ണൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നുണ്ട്, കണ്ണീരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ സുബൈദയുടെ അവസ്ഥ കണ്ടിട്ട് ആ കരവലയത്തിൽ നസീറിൻ്റെ വാപ്പയുടെ ആ കൈക്കുള്ളിൽ ഇങ്ങനെ ഇടന്ന് പിടയുമ്പോൾ സുബൈർക്ക പറയുകയാണ്, തൊട്ടുപോകരുത് അവളെ എന്നിങ്ങനെ ആ ഒറ്റ ശ്വാസത്തിൽ പെട്ടെന്നൊരു വാക്കിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ നസീറിൻ്റെ വാപ്പ അന്തം വിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് സുബൈദയാണെങ്കിൽ നസീറിൻ്റെ വാപ്പയെ തള്ളിക്കളഞ്ഞിട്ട് സുബൈർക്കയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. പറയുക, എന്തെങ്കിലും ഒന്ന് വാക്കുകൾ പറയുക എന്നിങ്ങനെ പറയുമ്പോൾ ഇനി സുബൈർക്ക വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ എണ്ണി കിടക്കുന്നുണ്ട്. പക്ഷെ കണ്ണുകളൊക്കെ ചലിപ്പിക്കുന്നുണ്ട്. അത് ഈ നസീറിൻ്റെ വാപ്പ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. ഇതേ സമയം അവിടെ പൊന്മുടിയിലാണെങ്കിൽ പിന്നെ ശാലിനിയും വിഷ്ണുവൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ കുട്ടികളാണെങ്കിൽ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വാ പപ്പി, പെട്ടെന്ന് വാ, നമുക്കിന്ന് ഒരു മിന്നാമിനിങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ് സത്യ പപ്പിയെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. സത്യ വളരെ ഉത്സാഹത്തിലാണ്, പപ്പിക്ക് പക്ഷെ ആകെപ്പാട് ഒരു വിഷമത്തോടെയാണ് പോകുന്നതൊക്കെ. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മയുടെ റൂമിൽ നൂറുണ്ട്. കിടക്കുമ്പോൾ പുതയ്ക്കുന്ന ശീലമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അന്നേരം നമുക്ക് ഇന്ന് മോൾ എൻ്റെ കൂടെ കിടന്നാൽ മതി, അതിൽ വിഷമമുണ്ടോ, ഇല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അനൂപാണെങ്കിൽ ആ റൂമിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഈ ബെഡ്റൂമിൽ നിനക്കെന്താ കാര്യം, നമ്മൾ അമ്മയും മോളും കൂടി കിടക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന്, ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണം എന്ന്. അന്നേരം നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാകും, അപ്പോൾ പിന്നെ ഇവളെ എന്ത് ചെയ്യും, ഒന്നുകിൽ നീ ഇവളെയും കൂട്ടി പോവുക, അല്ലെങ്കിൽ നീ പോകാതിരിക്കുക എന്ന് പറയുകയാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് ഇവളെയും കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല, അമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ശാരദാമ്മ സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, ശാലിനി വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം, എന്നെ ഇതിനിടയിൽ വെളിയേടാക്കാൻ പറ്റില്ല, ഈ കൊച്ചിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരുമ്പോൾ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞില്ലേ ശാരദാമ്മയെ, പറ്റിപ്പോയി, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അനൂപ് നിൽക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞു എന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ ആരൊക്കെ തിരക്കി വരും, എന്തൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. അതായത് അത് ചന്ദ്രബോസിൻ്റെ വണ്ടിയും പിറകെ പോലീസ് ജീപ്പുമാണ് വരുന്നത്. അന്നേരം ആരൊക്കെയോ വന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, നിങ്ങൾ പുറത്തേക്കൊന്നും വരല്ലേ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ജനലിൽ കൂടി നോക്കുകയാണ്. ശാരദാമ്മയാണെങ്കിൽ വാതിൽ തുറന്ന് അങ്ങ് വെളിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസിനെ കാണുമ്പോൾ ശാരദാമ്മ അങ്ങോട്ട് പിന്നെ ഭയക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ ചന്ദ്രബോസിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അവർ പണി പറ്റിച്ചു എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളൊരു വിവരം കിട്ടിയിട്ട് അന്വേഷിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ കൂടുതൽ ഭയക്കുന്നുണ്ട്. അവരെ അറിയിച്ചത് തന്നെ, അവരെ തിരക്കിയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഭയപ്പെടുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്തതിനേക്കാൾ ശിക്ഷാർഹ
നാടകമാണ്, കുറ്റം ചെയ്ത മുതൽ ഒളിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴും ശാരദാമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. തുടർന്ന് അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പക്ഷേ ചന്ദ്രബോസിനൊരു ഫോൺ കോൾ വരികയാണ്. അന്നേരം അകത്ത് കയറിയാൽ അവരെ കണ്ടുപിടിക്കും, ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് ചന്ദ്രബോസ് ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോൺ കോൾ ചന്ദ്രബോസിന് വരുമ്പോൾ ചന്ദ്രബോസ് തിരിഞ്ഞു നിന്ന് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തിന് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. പക്ഷേ മറ്റുള്ള പോലീസുകാരൊക്കെ അത് കാണുന്നുണ്ട്, അവരൊന്നും മിണ്ടുന്നില്ല. തുടർന്ന് അകത്തേക്ക് കയറുന്ന ശാരദാമ്മയാണെങ്കിൽ റൂമിൽ നിന്നും ഈ അനൂപിനെയും നൂറിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് കൊണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവിടെ തന്നെ ഇരുന്നോണം, ചന്ദ്രബോസ് നിങ്ങളെ തിരക്കി തന്നെയാണ് വന്നിരിക്കുന്നത്, ഞാൻ പറയാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഒളിപ്പിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രബോസോടെ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് എന്നാണ് സംസാരിക്കാൻ വരുമ്പോൾ ശാരദാമ്മ അവിടെ വാതിൽക്കലില്ല. അന്നേരം അവരെവിടെ പോയിടോന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അകത്തേക്ക് പോയി എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അന്നേരം വാടോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാരദാമ്മ ഈ ആ തളത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സാർ അകത്തേക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ വരേണ്ടി വന്നു, ഞങ്ങൾക്ക് ഒരു സെർച്ച് ചെയ്യണം, ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ കയറി പരിശോധിക്കണമെന്ന് പറയുകയാണ്. പക്ഷേ ശാരദാമ്മ അവരെ തടയുകയാണ്. അന്നേരം എന്താണെന്ന് പറയണം സാറേ, ഞാനിവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, അപ്പോൾ കേരള പോലീസിന് ഏത് പാതിരാത്രി എവിടെയും കയറി നിരങ്ങാമെന്നാണോ, അതിനൊക്കെ ഒരു മര്യാദ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്ത്രീക്ക് ഒറ്റയ്ക്ക് താമസിക്കാം, അകത്താരെങ്കിലും ഒളിപ്പിക്കുകയൊക്കെ ചെയ്യാം, അത് കണ്ടെത്താനായിട്ട് വന്നതാണോ കുറ്റം എന്ന് പറഞ്ഞിട്ട് അന്നേരം ശാരദാമ്മ കുറേ ന്യായമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആ പൂജാമുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാരദാമ്മ തടയുകയാണ്. അത് പറ്റില്ല സാറേ, നിങ്ങളിങ്ങനെ രാത്രി ആ സമയത്തൊക്കെ വരുമ്പോൾ അതും ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമായിട്ട് ഒരു വനിതാ പോലീസിനെങ്കിലും പേരിനെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കാനെങ്കിലും ഒരു വനിതാ പോലീസിനെ നിങ്ങൾ വന്നുകൂടായിരുന്നോ, അതോ ഇല്ല, അപ്പോൾ പിന്നെ ചോദിക്കുന്നതാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മ നിയമം പറയുമ്പോഴും ഇയാൾ സമ്മതിക്കുന്നില്ല. പക്ഷേ പൂജാമുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ തടുത്തിട്ട് പറയുന്നുണ്ട്, സാറേ അതൊരു പൂജാമുറിയാണ്, കുറച്ച് ശുദ്ധവും വൃത്തിയുമൊക്കെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്, സാർ ഈ നാട് മൊത്തം നടന്നിട്ടുള്ള ഈ കാലുമായിട്ട് അതിനകത്തേക്ക് കയറിയാൽ ആ നിമിഷം ഞാൻ ഈ വീടിന് തീയിടും, അതിന് സാർ സമാധാനം പറയേണ്ടി വരും, എന്താ ഞാനത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അന്നേരവും ഈ എസ് ഐ പറയുന്നുണ്ട്, സാറേ ഇവർ പറയുന്നത് ന്യായമാണ്, നമ്മുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഇല്ല, അപ്പോൾ പിന്നെ അതുമായിട്ട് വരുന്നതല്ലേ ബുദ്ധി, ഇത് പുലിവാലാകും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ചന്ദ്രബോസിന് സംഭവം മനസ്സിലാവുന്നുണ്ട്, ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, ഞങ്ങളിപ്പോൾ പോകുന്നു, പക്ഷേ വിഷ്ണു വരുമ്പോൾ പറഞ്ഞേക്ക്, അവൻ എവിടെയായാലും ഞങ്ങൾ കണ്ടെത്തുമെന്ന്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നു, വിഷ്ണു നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ആ പേര് ഇതുവരെ കേട്ടിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം തകർത്തിട്ട് അവൻ കടന്നു കളഞ്ഞിരിക്കുകയാണ്, ഒന്നും രണ്ടുമല്ല 30 പവനാണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഈ വിഷ്ണുവിൻ്റെ പേരിലുള്ള എന്താണ് സംഭവമാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഈ അനൂപും നൂറും ഒക്കെ അതിനകത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ശാരദാമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലൊക്കെ ചന്ദ്രബോസ് പതറുന്നുണ്ട്. ഈ വനിതാ പോലീസിൻ്റെ കാര്യവും ആ സമയത്ത് കേരള പോലീസിന് എവിടെയും കയറാമോ എന്നുള്ളതും ഒക്കെ ചോദിക്കുമ്പോൾ അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പോൾ വിഷ്ണുവിനെ കള്ളനാക്കാനുള്ള ശ്രമമാണല്ലേ എന്ന്. അന്നേരം പിന്നെ അല്ലാതെ 30 പവനുമായിട്ട് അവൻ കടന്നിരിക്കുകയാണ്, എവിടെ അവൻ, വിളിക്കവനെ, ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അങ്ങനെ വിഷ്ണുവിനെ കാണണമെന്നുണ്ടെങ്കിൽ സാർ ഒരു ചെറിയൊരു യാത്ര പോകേണ്ടി വരും, വിഷ്ണുവും ശാലിനിയും പിള്ളേരും കൂടി ഒരു ടൂർ പോയിരിക്കുകയാണ്, അവൻ വരുന്നവരെ സാറിന് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നതല്ലേ ബുദ്ധി എന്ന് പറയുകയാണ്. അന്നേരം അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും, പിന്നെ ചന്ദ്രബോസ് വന്നിരുന്നു എന്ന് പറയണം, എൻ്റെ കൈ ആ മുഷ്ടി ബലം അവന് ഞാൻ കാണിക്കുക തന്നെ ചെയ്യും, എൻ്റെ നെഞ്ചും കൂടി തകർക്കാനുള്ള ബലം എൻ്റെ കൈമുഷ്ടിക്കുള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് തൽക്കാലം ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നിട്ട് ശാരദാമ്മ കൂടെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സാറേ പിന്നെ കേരള പോലീസ് പിന്നെ ഗുണ്ടപണിയുടെ കൊട്ടേഷൻ പണി കൂടി നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം, സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ നിങ്ങളെ തന്നെ വിളിക്കാമല്ലോ എന്നിങ്ങനെ കളിയാക്കി ശാരദാമ്മ പറയുമ്പോൾ ചന്ദ്രബോസിന് ആകെ ഒരു മാനക്കേടാവുന്നുണ്ട്. അന്നേരം വാടോ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് ആ പോലീസുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസുകാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അന്നേരം ഇവിടെയെങ്കിലും ഇല്ല സാർ എന്നൊക്കെ ബാക്കിയുള്ള പോലീസുകാരൊക്കെ വരുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ പോകുന്നതൊക്കെ. അവർ പോയതിന് ശേഷം ശാരദാമ്മ വാതിലൊക്കെ അടച്ചിട്ട് അകത്തേക്ക് വന്ന് ആകെ ഒരു നെടുവീർപ്പൊക്കെ ഇട്ടതിന് ശേഷം അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്, തലയ്ക്ക് കൈ കൊടുത്ത്. അന്നേരം ഈ അനൂപും നൂറുമൊക്കെ ഇങ്ങനെ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്.
ഇതേ സമയം അവിടെ കുട്ടികളാണെങ്കിൽ ഈ സത്യയും പപ്പിയും കൂടി അങ്ങ് മിന്നാമിനും പിടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദൂരം അവർ പിന്നിട്ട് കഴിഞ്ഞു. അന്നേരം പപ്പി പറയുന്നുണ്ട്, വാ സത്യം നമുക്ക് തിരികെ പോവാം, ഇത്രയും ദൂരം വന്നില്ലേ, നമുക്ക് തിരികെ പോവാന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഒന്നിനെങ്കിലും പിടിക്കണം, ആ പപ്പി ഒന്ന് വന്നേന്നും പറഞ്ഞ് സത്യ അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. പപ്പി പറയുന്നത് സത്യയെ കൂട്ടാക്കുന്നേ ഇല്ല. പക്ഷെ കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു കടുവയുടെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ പാറപ്പുറത്ത് ഒരു കടുവ നിൽക്കുന്ന കാണുകയാണ്. അന്നേരം കുട്ടികളാകെ പേടിക്കുന്നുണ്ട്. അന്നേരം പപ്പി ഇതേ കടുവ അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്, ഓടിക്കൂ പപ്പി എന്ന് പറയുകയാണ്. തുടർന്ന് ഈ സത്യയും പപ്പിയും കൂടി ഓടുന്നുണ്ട്. കടുവ പിന്നാലെ ഓടുകയാണ്. പക്ഷെ കുറച്ചു ദൂരം ഓടുമ്പോഴത്തേക്കും ആ താഴേക്കൊക്കെ ആ പാറക്കെട്ടിന് ഏറ്റവും മുകളിൽ അവർ എത്തുകയും കാല് തെറ്റി ഈ കുട്ടികൾ താഴെ കൊക്കയിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. അതിന് മുകളിൽ നിന്ന് കടുവ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് പിന്നെ ആ രാത്രിയിലുള്ള സീൻ കാണിക്കുന്നത്. അന്നേരം ഈ കുട്ടികൾ കൊക്കയിൽ വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് നേരം വെളുക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ അവർ ഉറങ്ങുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ ആ ഒരു ദുസ്വപ്നം കാണുന്നുണ്ട്. കാണിക്ക ഇട്ടിട്ട് പോകൂ, ഈ പോക്കാപത്തിലേക്കാണ് എന്നിങ്ങനെ ആ ഒരു സന്യാസി പറയുന്നതും ഈ കുട്ടികളിങ്ങനെ ഓടുന്നതും കടുവ ഓട്ടിക്കുന്നതും താഴെ കൊക്കയിലേക്ക് വീഴുന്നതും ഒക്കെ ശാലിനി ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട് പപ്പി എന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി ഇങ്ങോട്ട് ഉണരുകയാണ്. അന്നേരം വിഷ്ണു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മക്കൾ കണ്ടില്ല, അവർ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ എടോ അവരവിടെ കിടന്ന് ഉറങ്ങുകയാണ്, സുഖമായിട്ട് ഉറങ്ങുകയാണ്, അവരവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നോക്കണം എന്ന് പറയുന്നുണ്ട്. ശാലിനി 2-3 വട്ടം പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പിന്നെ റിസോർട്ടിനടുത്തുള്ള ഫോറസ്റ്റ് ഏരിയ അല്ലേ, അപ്പോൾ ഇതിനകത്തേക്ക് വേറെ ആരും വരില്ല, അവരതിനകത്ത് ഉറങ്ങുക തന്നെയാണെന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്ന് നോക്കണം, അത്രയ്ക്കും വലിയ ദുസ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ എന്നാൽ താൻ പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും അങ്ങ് മൂടിപ്പൊതിച്ച് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ ആ ടെൻറ്റിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ട്. അകത്തേക്ക് നോക്കുമ്പോൾ ഈ കുട്ടികളെ കാണുന്നില്ല. ബുക്കും വരച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും ഒക്കെ ബെഡ്ഷീറ്റും ഒക്കെ മാത്രമേ ഉള്ളൂ. അന്നേരം പപ്പി സത്യം ഇങ്ങനെ ചുറ്റും നോക്കി വിളിച്ചിട്ട് വിഷ്ണുവേട്ടാ അതിനകത്ത് കുട്ടികളില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവരെവിടെ പോകാമെന്നും പറഞ്ഞിട്ട് വിഷ്ണുവും ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവേട്ടാ മക്കൾ എവിടെയെന്നും പറഞ്ഞ് ശാലിനി ആകെ ഇങ്ങ് പരിഭ്രമിക്കുകയാണ്. അന്നേരം അവരിവിടെ എങ്ങാനും കാണും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് താൻ ചെരുപ്പിട്ടേന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി കാറിനടുത്തേക്ക് അകത്തെങ്ങാനും കാണും എന്ന് പറഞ്ഞിട്ട് അവർ കാറിനടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാറ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തും ഇല്ല. പക്ഷേ ആ ഒരു കാറിൻ്റെ അപ്പുറത്താണെങ്കിൽ ആ കാണിക്ക ഇട്ടിട്ട് പോകാൻ പറഞ്ഞ ആ ഒരു ദൈവങ്ങളുടെ ആ ഒരു കല്ലിൽ കൊത്തിയ ആ ഒരു വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് സത്യ പപ്പി എന്ന് വിളിച്ചുകൊണ്ട്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനിയാണ് അടുത്ത സീനിൽ ഒരു സ്കൂട്ടിയിൽ ഒരാൾ വരുന്നത്, ഇത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ ഈ കുട്ടികൾ കൊക്കയിലേക്ക് വീണതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരിനി എങ്ങനെ കണ്ടെത്തും, ഇനി അപകടം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഓക്കെ, താങ്ക് യു.